നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ ജനൻ ടി വിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കറങ്ങി നടക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് BJPയുടെ ഉത്തരേന്ത്യൻ അജണ്ട അത് കേരളത്തിൽ നടപ്പാക്കാനുള്ളതിന്റെ മുന്നോടിയായി പടച്ചുവിടുന്ന കള്ളത്തരത്തിന്റെ ഭാഗമാണോ എന്നുള്ളതാണ്. ആ വീഡിയോയിൽ പെന്തക്കോസ്ത് പാസ്റ്റർമാരാണ് ചർച്ചാ വിഷയം. അതിൽ പറയുന്നത് 1990 മുതൽ 2000 വരെ പാസ്റ്റർമാരെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഓടിച്ചിട്ട് തല്ലുകയായിരുന്നു എന്നാണ് ആ വീഡിയോയിൽ തള്ളുന്നത്. ജനൻ ടിവിയിലെ തള്ളിമറി കേട്ട് ഞാനൊന്ന് അമ്പരന്ന് പോയി. പച്ചക്കള്ളം പറയുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള കഴിവ് സംഘമിത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂവെന്ന് ഈ വീഡിയോയിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പാസ്റ്റർമാരെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവരാരും ഊരും പേരുമില്ലാത്ത നാടോടികളല്ല. അവർ കഴിവ് കെട്ടവരുമല്ല. ഒരു കാലത്ത് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് തല്ലാനും കുത്താനും വെട്ടാനും ഒക്കെ നടന്നവരാണ് പാസ്റ്റർമാരിൽ ഭൂരിഭാഗം പേരും. അവരൊക്കെ ദൈവത്താൽ പിടിക്കപ്പെട്ടപ്പോൾ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ആയുധം താഴെ വെച്ച് കീഴടങ്ങിയവരാണ്. അതിനൊരു ഉദാഹരണമാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചേട്ടാ, ഞാൻ കോട്ടയത്ത് ഒരു കൂലിത്തല്ലുകാരനായി ജീവിച്ച മനുഷ്യനാണ്. കഞ്ചാവും മദ്യവും മയക്കുമരുന്നും അടിച്ച് ചേട്ടനെ പഠിച്ച് ഇവിടെ കാണിക്കുമോനെ. ചേട്ടൻ ഇവിടെ നിന്ന് പറഞ്ഞു ഇതെല്ലാം കൂടെ അടിച്ചു പൊട്ടിച്ച് ദൂരെ കളയുമെന്ന് പറഞ്ഞു. ഞാനിപ്പോ ചേട്ടന്റെ മുമ്പിൽ ചിരിച്ചോണ്ട് നിന്നു. എന്താ കാര്യം എന്നറിയോ ചേട്ടാ? ഞാൻ സന്ധ്യയാകുമ്പോൾ വെള്ളം അടിക്കുന്ന ആളല്ലായിരുന്നു. പ്രഭാതം മുതൽ കഞ്ചാവും വെള്ളം അടിച്ച് കോട്ടയത്ത് മിന്നുന്ന വെടിവാളും കൈ പിടിച്ചുകൊണ്ട് ഒരു കൂലിത്തല്ലുകാരനായി നടന്ന മനുഷ്യനാണ് ഞാൻ. ഈ യേശുക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ സന്ദേശം ഈ തൂഫാൻ പോലെയുള്ള നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ഈ ദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ അധികാരത്തോടുകൂടെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. എന്തോ വെല്ലുവിളിയല്ല, ജീവിതത്തിന്റെ അനുഭവം. അതെ, ഓളിയും കുറച്ചു വെച്ചിരിക്കുക. വെല്ലുവിളിയൊന്നുമില്ല, ഇല്ലില്ല. അങ്ങനെ ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നു. ചേട്ടാ, ഞാൻ പ്രസംഗിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ചേട്ടന് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ചേട്ടനെ എതിർക്കാം. വെല്ലുവിളിയാരാ പറയുന്നത്? ഒന്നും പറഞ്ഞില്ല. ചേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുക. എന്തായി പറയുന്നത്? ചേട്ടൻ എന്താ പറയുന്നത്? അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ദേശനിവാസികളെ, പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സമാധാനത്തിന്റെ സന്ദേശം പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊരിക്കലും വെല്ലുവിളിയോ ആർക്കെതിരെയോ ഞങ്ങൾ ഉയർത്തുന്ന ശബ്ദവുമല്ല. കേരള മലയാളക്കരയിൽ ഞാൻ പ്രസംഗിക്കാത്ത സ്ഥലമില്ല. ഞാനൊരു കൂലിത്തല്ലുകാരനായി കോട്ടയത്തിന്റെ നടുവിൽ നടന്ന ഒരു മനുഷ്യനാണ്. അവിടുന്ന് യേശുക്രിസ്തു എനിക്ക് നൽകിയ മാനസാന്തരത്തെക്കുറിച്ച്, ഇന്ന് നടക്കുന്ന മദ്യവും മയക്കുമരുന്നും തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ ഒരു സുവിശേഷ ബോധവൽക്കരണ റാലി പോലീസിന്റെ അധികാരത്തോടുകൂടെ ഞങ്ങൾ 2 ദിവസമായി ഈ പട്ടണത്തിന്റെ ഗ്രാമവീഥികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നടത്തി വരികയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് ആത്മഹത്യകൾ? കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടല്ലോ, ഒരു കുടുംബം മുഴുവനായി വെള്ളത്തിൽ വീണു അവർ ആത്മഹത്യ ചെയ്തു. ജീവിതത്തിൽ മുമ്പോട്ട് ജീവിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വന്ന് മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കേസുകളും എടുത്തു പഠിച്ചു നോക്കിയാൽ ലഹരിയാണ് മനുഷ്യനെ അധപ്പതനത്തിലേക്കും അവന്റെ തകർച്ചയ്ക്കും കാരണമായി തീരുന്ന വസ്തുത എന്ന് പറയുന്നത്. പുതിയ പുത്തൻ തലമുറ പോലും MDMA പോലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ സുവിശേഷ സന്ദേശം പറയുന്നത് മനുഷ്യനെ ബോധവൽക്കരിക്കുവാൻ, മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, ഒരു ജാതിയെ കുറ്റം പറയുവാനോ ഒരു മതത്തിനെതിരെ സംസാരിക്കുവാനോ അല്ല. എല്ലാ മതസ്ഥരും കേട്ടിരിക്കേണ്ട സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആകയാൽ സുവിശേഷം എന്താണ് എന്നതാണ് എന്റെ പ്രമേയം, പ്രഭാഷണത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ആയിരങ്ങളൊക്കെ 10,000 തടിച്ചുകൂടുന്ന നിരവധി വേദികൾ ലോകത്തിലുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കുന്ന നിരവധി വേദികൾ ലോകത്തിലുണ്ട്.
എന്നാൽ ഇത്തരത്തിലൊക്കെയുള്ള വേദികൾ പ്രഭാഷണം നടത്തുന്നതിന്റെ പിന്നിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് മാനസാന്തരം നൽകുന്ന സന്ദേശം അത് സുവിശേഷ പ്രഭാഷണം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ജാതി മതഭേദ വ്യത്യാസമെന്നെ ഏവരെയും എന്റെ പ്രഭാഷണത്തിന്റെ പ്രമേയത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ സമയം ചോദിക്കുകയാണ്. എന്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്? സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയെ ജനിച്ചു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിക്കൊള്ളുവിൻ, അതാകുന്നു സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ സന്ദേശമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെ സന്ദേശമല്ല. സകല മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട സന്ദേശം എന്ന് പറഞ്ഞാൽ സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരകനായി ഇഹലോകത്തിലേക്ക് മനുഷ്യവേഷത്തിൽ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഉദയം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് ആക്ഷേപമില്ല. ഇത് കേൾക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാതിരിക്കാം. കാരണം ഇവിടെ എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമുള്ള അധികാരം ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമത്തിന്റെ ഘടനയിലുള്ളതാണ്. ആരെയും അടിച്ചേൽപ്പിക്കാറില്ല. എന്റെ വാക്കുകളിൽ ഏതെങ്കിലും ഒരു മതത്തെയോ വിശ്വാസങ്ങളെയോ വ്രണപ്പെടുത്തുന്നതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചെയ്യാം. അല്ലാത്ത പക്ഷം ഇത് ലൈവിലൂടെ അനേകായിരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൊബൈലിലൂടെ കേരളത്തിന് പുറത്തുമുള്ള അനേകര് ലൈവിൽ ഈ വീഡിയോ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പലരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രോഗ്രാം സോളമൻ കോട്ടയം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലുമൊക്കെ നിരവധി കവലകളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനാണ്. അതുകൊണ്ട് ചുമ്മാ വായി തോന്നുന്ന വിളിച്ചു പറയാനോ വെല്ലുവിളിക്കാനോ ഒന്നുമല്ല, സുവിശേഷം പറയും. അതിനെതിരെ എതിർക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ സ്വർഗരാജ്യത്തിൽ ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞത് ഞാനോ ഇവിടുത്തെ ഏതെങ്കിലും ക്രിസ്തീയ മതത്തിന്റെ പുരോഹിതന്മാരോ പാസ്റ്റർമാരോ സഭക്കാരോ ഏതെങ്കിലുമൊക്കെ സംഘടനകളുമല്ല. വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തു നടത്തിയ പ്രസ്താവനയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, മനുഷ്യനിവിടെ സമാധാനത്തിനു വേണ്ടി മോക്ഷത്തിനു വേണ്ടി വിവിധ മാർഗങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് വിവിധ കർമ്മങ്ങൾ ചെയ്യുവാൻ ഇവിടെ വിവിധ ആചാരങ്ങൾ മോക്ഷത്തിനു വേണ്ടി പോകുമ്പോൾ മനുഷ്യന്റെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യൻ സ്നേഹിത കാറ്റത്ത് പറന്നു പോകുന്ന കരികളിക്ക് സമതുല്യമായി ഇവിടെ മനുഷ്യന്റെ ആഗ്രഹങ്ങളെല്ലാം തകർന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, മനുഷ്യനെ രക്ഷിക്കാൻ യേശുക്രിസ്തു എന്ന നാമം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ ചേട്ടാ പ്രതികരിക്കാൻ ഞങ്ങൾ ചേട്ടനെ ഒന്നും പറഞ്ഞില്ല. എന്താ പ്രതികരിക്കാൻ? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ചേട്ടാ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കും, ചേട്ടൻ ചെയ്യാൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നോട് പ്രസംഗിക്കും, ചേട്ടൻ എന്ത് വേണം ചെയ്യാം, ലൈവിൽ പിടിച്ചോളണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞതായ സുവിശേഷം ഇവിടെ നിന്നുകൊണ്ട് വിളംബരം നടത്തുമ്പോ അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ സന്ദേശം ഇവിടെ വിളംബരം നടത്തുമ്പോൾ ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ഈ സന്ദേശം വിളിച്ചു പറയുമ്പോ സ്നേഹിതരെ, സമാധാനത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ സന്ദേശം ഞങ്ങൾ ഇവിടെ വിളംബരം നടത്തുമ്പോ സ്നേഹിത പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിലേക്കും രക്ഷയിലേക്കും എങ്ങനെ മനുഷ്യന് പ്രാപിക്കുവാൻ കഴിയും? യേശുവേ, ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരകനായിട്ടാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് സ്വയം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ ഈ രക്ഷ, സമാധാനം, സന്തോഷം പ്രാപിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. ചേട്ടനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇല്ല, ഞങ്ങൾ പോവാ. ഒന്നുമില്ല. അടുത്ത സ്ഥലം ചേട്ടന്റെ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ചേട്ടന്മാരെ, നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് പാസ്റ്റർ സോളമൻ എന്നാണ്. കോട്ടയമാണ് എന്റെ സ്വദേശം. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് എന്റെ സ്ഥലമെന്ന് പറയുന്നത്. എന്നെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കാം. നിങ്ങളിപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാലും അവർ പറയും ഇവർ സാങ്ഷൻ എടുത്തിട്ടാണ് ഇവിടെ നടത്തുന്നത്.
അധികാരമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നടത്താൻ. ഒരു തെറ്റും ആരെയും ഞങ്ങൾ പറയത്തില്ല. വേണേ കേൾക്കാം, വേണ്ട കേൾക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, ഇവിടെ പല കുടുംബങ്ങളുണ്ട്, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണം. പ്രായമുള്ളവരെ ദൈവം അനുഗ്രഹിക്കണമേ, കുഞ്ഞു മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ, കർത്താവിന്റെ കൃപകളാൽ നിറയ്ക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എമ്മണ്ടിയിലുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഇതൊരു സാക്ഷ്യമാണ്. പാസ്റ്റർമാർ ആരുടെയെങ്കിലും തല്ലുകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവനാമത്തിന്റെ പേരിലാണ്. അവരെ തല്ലിയവർ ഒന്നുകിൽ പിന്നീട് പാസ്റ്റർമാരായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരും അവരുടെ കുടുംബവും അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട്, ഇന്നും അനുഭവിക്കുന്നുമുണ്ട്. നിങ്ങൾ വിചാരിക്കും വടക്കേ ഇന്ത്യയിൽ തല്ലിയിട്ടും കൊന്നിട്ടും ബൈബിൾ കത്തിച്ചിട്ടും വീട് കത്തിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് എന്തുമാകാമെന്ന്. അങ്ങനെ വിചാരിച്ച് സന്തോഷിക്കേണ്ടതില്ല സംഘമിത്രങ്ങളെ. പാസ്റ്റർമാരെ ബഹുമാനിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ വിചാരിക്കുന്ന ഉമ്മാക്കിക്കളി കേരളത്തിൽ നടക്കില്ല. ഇവിടെ പ്രാർത്ഥിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. സഭാവിഭാഗ, ജാതി, മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല ഒരു കൂട്ടം നല്ല മനുഷ്യരുള്ള നാടാണ് ഈ സാംസ്കാരിക മതസൗഹാർദ്ദ കേരളം. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. സംഘപരിവാറിന്റെയും ജനൻ ടിവിയുടെയും വിഷകലയുടെയും കുത്തിത്തിരിപ്പുകൾ കേരളത്തിൽ വിലപ്പോവില്ല. ഇന്ത്യ മുഴുവൻ പ്രാർത്ഥനയുടെ ചിറകിൽ വഹിക്കുന്നവരാണ് കേരളത്തിലുള്ളത്. എന്നാൽ നുഴഞ്ഞുകയറ്റക്കാരായ ചുരുക്കം ചിലർ കാരണം ചില പോരായ്മകൾ ആത്മീയ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്, നിഷേധിക്കുന്നില്ല. ചില ന്യൂജൻ സുശേഷകരെന്ന പേരിൽ പണമുണ്ടാക്കാൻ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ചില കോമാളിത്തരങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അത് പെന്തക്കോസ്ത് സമൂഹത്തെയാണ് ബാധിക്കുന്നത് ഏറെയും. പെന്തക്കോസ്ത് സമൂഹത്തിന് മൊത്തത്തിൽ നാണക്കേടാണ് ഈ കൂട്ടർ വരുത്തിവെക്കുന്നത്. എന്നാൽ അത് പെന്തക്കോസ്തുകാരുടെ മുഴുവൻ ബലഹീനതയായി കാണേണ്ടതില്ല. തെറ്റ് ചെയ്യുന്നവരാരായാലും അതിന്റെ കൂലി അവർ മേടിക്കും, സംശയമില്ല. യഥാർത്ഥ സുവിശേഷകരെയും പാസ്റ്റർമാരെയും ദൈവമക്കളെയും ഇല്ലാതാക്കാമെന്നുള്ള വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കില്ല. മിഷണറിമാരുടെ വിയർപ്പും രക്തവും വീണ് കുതിർന്ന ഇന്ത്യൻ മണ്ണിൽ, ഭാരത മണ്ണിൽ അത് വിലപ്പോകില്ല. ക്രൈസ്തവരും പെന്തക്കോസ്തുകാരും സ്വയരക്ഷയ്ക്ക് പോലും ആയുധമെടുക്കില്ല, തല്ലിയാൽ തിരിച്ചടിക്കില്ല. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഉപദ്രവിക്കാൻ വെറും മോഡന്മാർ മാത്രമേ തയ്യാറാവുകയുള്ളൂ. ആയുധമില്ലാത്തവന്റെ നേരെ ആയുധം ഉപയോഗിക്കുന്ന ഭീരുക്കളായ നെറികെട്ട മൂളയില്ലാത്ത വർഗത്തോട് പൊരുതുവാനുള്ള ആയുധം അത് പ്രാർത്ഥന മാത്രമാണ്. കോട്ടകളെ ഇടിക്കാൻ ശക്തിയുള്ള പ്രാർത്ഥന.